السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه وأتباعه تسليما كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا والذين هاجروا وجاهدوا في سبيل الله أولئك يرجون رحمة الله والله غفور رحيم. صدق الله العظيم. المهاجر من هجر ما نهى الله عنه قال نبينا وحبيبنا محمد صلى الله عليه وسلم. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹീതമായ ദിവസത്തിൽ അള്ളാഹുവിന്റെ പള്ളിയിൽ നമ്മെല്ലാം ഒരുമിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ എല്ലാം പ്രതീക്ഷയായ ജന്നാത്തുൻ നഈമിലും നമ്മെല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ. അടിമകളായ നമ്മൾ ഉടമയായ പടച്ചവനോട് ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. ശിഷ്ടായി അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് കാമില ഈമാനോടെ ലോകത്തോട് വിട പറയാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നസീബാക്കട്ടെ. നമ്മിൽ നിന്ന് മറഞ്ഞു പോയ, നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ, നമ്മെ പ്രതീക്ഷിച്ച ഖബറുകളിൽ കഴിയുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ലോക മുസ്ലിമീങ്ങളിൽ വിശിഷ്യ യുദ്ധഭീതിയിൽ കഴിയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ അല്ലാഹുവിന്റെ അമിത സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഈ വെള്ളിയാഴ്ച, ഈ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അതിനോടൊപ്പം ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയുമാണ്. ശരിയല്ലേ? ശരിയല്ലേ? ഹിജറ 1400, തെറ്റുണ്ടെങ്കിൽ തിരുത്തണമെന്നാണ് ചോദിച്ചത്. ഹിജറ 1447 ദുൽഹജ്ജ് 25 അടുത്ത വെള്ളിയാഴ്ച 1448 ആകും. മുഹറമാണല്ലോ ഒന്നാമത്തെ മാസം, അവസാനത്തെ മാസം ദുൽഹജ്ജ്. അപ്പോ മുസ്ലിമീങ്ങളുടെയൊക്കെ ന്യൂ ഇയർ വരുന്ന ബുധനോ വേഴോ ആയിരിക്കും. നമുക്ക് വലിയൊരു ഗുണപാഠമുള്ള ഹിജറയുമായി ബന്ധപ്പെടുത്തിയാണ് ഇസ്ലാമിക കലണ്ടർ. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിലാണ് ഹിജറ കലണ്ടർ നിലവിൽ വരുന്നത്. ആ കാലഘട്ടം വരെ അങ്ങനെ ഒരു പ്രത്യേക ഡേറ്റ് ഒന്നും എഴുതി ആയിരുന്നില്ല. ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് അങ്ങ് വിശാലമായപ്പോൾ മറ്റുള്ള പ്രവിശ്യകളിലേക്ക്, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കത്തുകൾ എഴുതുമ്പോൾ ഡേറ്റ് എഴുതാത്തതിന്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ചു, നമുക്കായിട്ടൊരു കലണ്ടർ വേണം. അപ്പോൾ ഏത് അടിസ്ഥാനമാക്കി കലണ്ടർ നിർമ്മിക്കണം, സംവിധാനിക്കണമെന്ന് മുഷാവറ കൂടി. അപ്പോൾ ചിലർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഡേറ്റ് എടുക്കാം. ചിലർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഡേറ്റ് ആക്കാം. അങ്ങനെ പല അഭിപ്രായങ്ങൾ വന്നു. അവസാനം വന്ന തീരുമാനമാണ് ഹിജ്റയെ അടിസ്ഥാനമാക്കി കലണ്ടർ ആക്കാമെന്ന്. അതാണ് ഹിജ്റ കലണ്ടർ. എന്തുകൊണ്ട്? പരിശുദ്ധമായ ഇസ്ലാമിക ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലായിരുന്നു ഹിജ്റ. ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രകാശം പരക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന കാരണം ഹിജ്റയായിരുന്നു. മാനവിക ചരിത്രത്തിന്റെ വലിയൊരു ഗതിമാറ്റത്തിന് നാന്ദി കുറിച്ചത് ഹിജ്റയിലൂടെയാണ്. അതെല്ലാം വെച്ചിട്ടാണ് ഹിജ്റ അടിസ്ഥാനമാക്കി കലണ്ടർ നിലവിൽ വന്നത്.
അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങൾ അവിടുത്തെ 11 വർഷക്കാല നുബുവത്തിന് ശേഷം പരിശുദ്ധമായ മക്കയിലായിരുന്നു. ആ 11 വർഷക്കാലം പരിശുദ്ധമായ ഇസ്ലാമിന് എടുത്തു പറയത്തക്ക വളർച്ചയോ പ്രചാരണമോ ഒന്നുമില്ലായിരുന്നു. കാരണം മക്ക അങ്ങനത്തെ ഒരു നാടാണ്. ഇസ്ലാമിനെ വളരുവാനോ ഇസ്ലാമിനെ മറ്റുള്ള നാടുകളിലേക്ക് പ്രചരിപ്പിക്കുവാനോ അനുകൂലമായ മണ്ണായിരുന്നില്ല മക്കയുടെ മണ്ണ്. അങ്ങനെ ഇരിക്കെയാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകുന്നത്. ഹിജറ വലിയൊരു സംഭവമാണ്. ഖിയാമത്ത് നാൾ വരെ വരുന്ന ഏതൊരു വിശ്വാസിക്കും ഈ ഹിജറയിലൂടെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഈ ഹിജറയിൽ നിന്ന് ഒരുപാട് മാതൃകകൾ അവരവരുടെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കി പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കണം ഹിജറയെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക കലണ്ടറിന്റെ അടിസ്ഥാനമാക്കിയത്. എടുത്തു പറയത്തക്ക കുറെ ഗുണപാഠങ്ങൾ നമുക്ക് ഹിജറയിൽ നിന്ന് കാണാം. ഒന്നാമതായി, അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഒരു വിശ്വാസിക്ക് ഉണ്ടാകണമെന്ന് ഹിജറയിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ അള്ളാഹു എപ്പോഴും എന്നോടൊപ്പം ഉണ്ട് എന്നൊരു വിശ്വാസിക്ക് ഉറപ്പുണ്ടായാൽ, ആ ദൃഢമായ വിശ്വാസമുണ്ടായാൽ അള്ളാഹു അവനോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രമല്ല, ഒരാൾക്കും അവനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹിജ്റയുടെ രാത്രി കടന്നു പോകുന്നത് ഗാർ സൗറയിലേക്കാണ്, സൗർ ഗുഹയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട 2 ഗുഹയിൽ നമുക്ക് മക്കയിൽ കാണാം. ഒന്ന് ഗാർ ഹിറാ ആണ്, ഹിറാ ഗുഹ ജബൽ നൂറിൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആനുമായി മാലാകൻ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്ന ഗാർ ഹിറായാണ്. നബി തങ്ങൾക്ക് നുബുവത്ത് ആദ്യമായി ലഭിച്ച സ്ഥലം അവിടെയാണ്. എന്നാൽ 2ാമത്തെ ഗുഹ അതാണ് ഗാർ സൗർ, സൗർ ഗുഹ. മക്കയിൽ നിന്ന് കൃത്യമായി പറഞ്ഞാൽ 4 കിലോമീറ്റർ അകലെയുള്ള ഒരു വല്ലാത്ത വലിയ കൂർത്ത മുനകളുള്ള കല്ലുകളുടെ കൂട്ടമാണ് ആ മല. സാധാരണ കല്ലുകളല്ല, ചവിട്ടിയാൽ കാല് മുറിഞ്ഞു പോകുന്ന തരത്തിൽ സൂചി മുന പോലെ കൂർത്തിരിക്കുന്ന കല്ലുകളുടെ കൂട്ടമാണ് ഗാർ സൗറിന്റെ ആ മല. അതിന്റെ നെറുകയിലാണ് ഈ ഗുഹയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും കൂടി ആ രാത്രി ആ കൂർത്ത മുനകളുള്ള പാറക്കല്ലുകളിൽ ചവിട്ടിക്കൊണ്ട് കയറുകയാണ്. ഇടയ്ക്ക് നബി തങ്ങൾ തളർന്നിരിക്കുന്നുണ്ട്, നബി തങ്ങൾ ക്ഷീണിച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ തോള് കാണിച്ചു കൊടുത്തിട്ട്, നബിയെ എന്റെ തോളിൽ കയറിയിട്ട് അങ്ങ് കയറണം നബിയെ, എന്റെ തോളിൽ ചവിട്ടിയിട്ട് അങ്ങ് കയറണം നബിയെ എന്ന് പറയുന്നുണ്ട്. ചരിത്രം സുദീർഘമാണ്, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്ന പ്രിയമുള്ളവരെ, ഇരുവരും ആ ഗുഹയുടെ ഉള്ളിലെത്തി. നബി തങ്ങൾ അല്പസമയം വിശ്രമിക്കുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു മടിയിൽ കിടന്നിട്ട്. അതിനിടയിൽ പല സംഭവങ്ങളുമുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ നേരം പുലരാറായപ്പോൾ 2 പേരും ആ ഗുഹയുടെ ഉള്ളിലിരിക്കുകയാണ്. ചെറിയൊരു ഗുഹയാണ്. അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ആ പാറകൾ കയറിയിട്ട് ആ ഗുഹയുടെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഹജ്ജിന് പോകുന്നവർ, ഉംറ പോകുന്നവരൊക്കെ അവിടെ ചെല്ലണം. ഗാർ ഹിറാഇന്റെ ചരിത്രം അതുപോലെ പ്രധാനപ്പെട്ട ചരിത്രമാണ് ഗാർ സൗർ എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഗുഹ ഗാർ സൗറാണ്. ഗാർ ഹിറാ ഗുഹ ചരിത്രത്തിൽ ഞങ്ങൾക്ക് നുബുവത്ത് കിട്ടിയ ഗുഹയാണെങ്കിലും പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞത്, കാരണം അത്രത്തോളം ത്യാഗത്തിന്റെ കഷ്ടപ്പാടിന്റെ കഥ പറയുന്നത് ഗാർ സൗറാണ്. ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുന്നുണ്ട് ആയത്തിലേക്ക്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഇതാ മുകളിൽ കാലടി ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട്? മക്കക്കാര് മുഴുവനും നബിതങ്ങളുടെ വീട് വളഞ്ഞ ആ രാത്രിയാണ് നബിതങ്ങൾ ആ മക്കയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നത്. അവർക്ക് ആർക്കും നബിതങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ കണ്ണിന്റെ കാഴ്ച അല്ലാഹ് എടുത്തു കളഞ്ഞു. പക്ഷേ നേരം പുലരാതായപ്പോൾ നബിതങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഖുറൈശികൾ മനസ്സിലാക്കുന്നു. ഉടനെ
മക്കയിൽ അവർ പ്രഖ്യാപിക്കുന്നു, മുഹമ്മദിനെ ആരാണോ ജീവനോടെയോ ജീവനില്ലാതെയോ കൊണ്ടുവരുന്നത് അവനിതാ 100 ഒട്ടകം നമ്മൾ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ഒട്ടകത്തെ നേടണം. അതിനപ്പുറം മുഹമ്മദ് മക്കയുടെ പരിധി വിട്ട് പോകാൻ പാടില്ല, രക്ഷപ്പെടാൻ പാടില്ല. ഈ പ്രതിജ്ഞയോടെ ശത്രുക്കളെ മക്കയുടെ ഓരോ മുക്കുമൂലകളും അന്വേഷിച്ചിറങ്ങുകയാണ്. എല്ലാ ഇടങ്ങളും അവർ പരിശോധിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഈ മല കയറിയിട്ട് സൗറുകയുടെ മുകളിലെത്തിയിട്ടുണ്ട്. അവരിങ്ങനെ നിബിധങ്ങളെ പരതി നടക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, നബിയേ നമ്മൾ പിടിക്കപ്പെട്ടു നബിയേ. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹുല്ലദീന കഫറൂ സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഇല്ലാ തൻസുറൂഹു. ഓ മനുഷ്യരെ, നിങ്ങൾ ആ പ്രവാചകനെ സഹായിച്ചില്ലെങ്കിൽ ആ പ്രവാചകൻ നഷ്ടപ്പെട്ടു പോകും, പരാജയപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഫഖദ് നസറഹുല്ലാഹ്, ആ നബിയെ അല്ലാഹു എത്രയോ വട്ടം സഹായിച്ചിട്ടുണ്ട്. ഇത് അഖ്റജഹുല്ലദീന കഫറൂ, അവിശ്വാസികൾ മക്കയുടെ മണ്ണിൽ നിന്ന്, ജനിച്ച നാട്ടിൽ നിന്ന് ആ മുത്തനബിയെ പുറപ്പെടുവിച്ച സമയം, പുറത്താക്കിയ സമയം, സാനിയ ഇസ്നൈൻ, 2 പേരിൽ രണ്ടാമനായിട്ട് ആ ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുന്ന സമയം, ഇത് ഹുമാ ഫിൽ ഗാർ, 2 പേരും ആ ഗുഹയിൽ ഇരിക്കുന്ന സമയം, ഇത് യഖൂലു ലിസാഹിബി, അവർ പരസ്പരം സംസാരിക്കുന്ന സമയമുണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് ആ ചരിത്രത്തെ ഇങ്ങനെ നമുക്ക് ഉല്ലേഖനം ചെയ്തു തന്നിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ വരുന്ന ഓരോ മനുഷ്യനും ആ ഗുഹയുടെ ഉള്ളിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹയാത്രികനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരിട്ട ആ രംഗം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 2 പേരും പറയുന്നുണ്ട്, അബൂബക്കർ പറയുന്നു, നബിയേ പിടിക്കപ്പെട്ട നബിയേ, ഈ ശത്രുക്കൾ ആരെങ്കിലും അവരുടെ കാലിലേക്ക് കുനിഞ്ഞു നോക്കി കഴിഞ്ഞാൽ, അവരുടെ കാൽപാദത്തിലേക്ക് അവർ കണ്ണോടിച്ചു കഴിഞ്ഞാൽ, അവർ നമ്മളെ കണ്ടു നബിയെ, കണ്ടാൽ പിന്നെ രക്ഷയില്ല, ആയുധങ്ങളില്ലാതെയാണ് സൗർഗുഹയിൽ നബി ഉള്ളത്. ആ ശത്രുക്കളെ നേരിടാനുള്ള ഒരു പ്രാപ്തിയും മുത്തിരിവ് നിങ്ങൾക്കില്ല. അതുകൊണ്ട് പിടിക്കപ്പെട്ടു നബിയേ, പിടിക്കപ്പെട്ടു നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ഹബീബിനോട് പറയുന്ന നേരം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തഹ്സൻ, അബൂബക്കറേ നീ ദുഃഖിക്കണ്ട, നീ പേടിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മോടൊപ്പമുണ്ടല്ലോ അബൂബക്കറേ. പ്രിയമുള്ളവരെ, ആ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. ഇന്നല്ലാഹ മഅനാ, നമുക്ക് പ്ലാൻ ചെയ്യാം, ശത്രുക്കളെ നേരിടാം, അവരെ കാണാതെ നമുക്ക് ഓടിക്കളയാം. ഇതൊന്നുമല്ല നബി തങ്ങൾ പറഞ്ഞത്, അബൂബക്കറിനെ സമാധാനിപ്പിച്ചത്. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട് അബൂബക്കറെ, നീ പേടിക്കണ്ട. ഓരോ വിശ്വാസിക്കും ഇതൊരു വലിയ ഊർജ്ജമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്ക് ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. എന്തുകൊണ്ട് പറഞ്ഞു? അല്ലാഹ് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ അബൂബക്കറെ നമുക്ക് പേടി എന്തിനാണ്, നമുക്ക് ടെൻഷൻ എന്തിനാണ്, നമുക്ക് ദുഃഖം എന്തിനാണ്? അല്ലാഹു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു ശത്രുവിനും നമ്മിലേക്ക് അടുക്കാൻ കഴിയില്ല, ഒരു ശത്രുവിനും നമ്മളെ ഒരു രോമത്തിന് പോലും തൊടാൻ കഴിയില്ല, നമ്മളുടെ മേലൊരു പൊടി മണ്ണ് പോലും വാരിയിടാൻ കഴിയില്ല. അബൂബക്കറെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വർത്തമാന കാലത്ത് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന എന്തെല്ലാം ടെൻഷനുകളുണ്ട് പ്രിയമുള്ളവരെ, എന്തെല്ലാം ദുഃഖങ്ങളുണ്ട്, എന്തെല്ലാം വേദനകളുണ്ട്. പ്രവാസ ലോകത്ത് കഴിയുന്ന ലക്ഷക്കണക്കായ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, കേരളത്തിലുള്ള ആളുകൾ, പാവങ്ങൾ, യുഎഇയിലോ കുവൈറ്റിലോ ഖത്തറിലോ എവിടെയെങ്കിലും ഒരു ഡ്രോൺ വന്ന് പതിച്ചാൽ അവർക്ക് ടെൻഷനല്ലേ, ദുഃഖമല്ലേ? നാട്ടിലുള്ള നമുക്ക് അതിനേക്കാൾ വലിയ ദുഃഖമല്ലേ, ടെൻഷനല്ലേ? കാരണം എന്തേ? നമ്മളുടെ ജീവിതം ഏതവസ്ഥയിലാകും? ഈ നിലയിൽ യുദ്ധം തുടർന്നു പോയാൽ, അമേരിക്കയും ഇസ്രായേലിന്റെയും ശത്രുക്കളുടെ കൂട്ടുകെട്ട്, ആ അവിശുദ്ധ കൂട്ടുകെട്ട് ഇതിങ്ങനെ തുടർന്ന് അക്രമം നടത്തിപ്പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ള ദുഃഖം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹിറാ ഗുഹയുടെ, ആ സൗർ ഗുഹയുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് പറഞ്ഞ വാക്ക്, അതേ ആ ഗുഹയിൽ വെച്ചുകൊണ്ട്, സൗർ ഗുഹയിൽ വെച്ചുകൊണ്ട് നബി തങ്ങളെ ശത്രു കണ്ടുമുട്ടി കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞു.
നിബിതങ്ങളുടെ കാര്യം കഴിഞ്ഞു എന്നല്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം അവിടെ അസ്തമിക്കുകയാണ്. ആ സമയത്തല്ലേ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ മഅനാ, അബൂബക്കറെ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഈ വിശ്വാസം പ്രിയമുള്ളവരെ ഏത് കാലഘട്ടത്തും ഏതൊരു മനുഷ്യനും ആവശ്യമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതാണ് ഹിജ്റയുടെ ഒന്നാമത്തെ പാഠം. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പം ഉണ്ടാകണം. അല്ലാഹു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ആരെയും നമ്മൾ പേടിക്കേണ്ടതില്ല. മറ്റൊന്ന്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തുമ്പോൾ ഒരുപാട് ആസൂത്രണങ്ങൾ നബികൾ നടത്തിയിട്ടുണ്ട്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അത് ഭൗതിക ലോകത്തെ കാര്യമാകട്ടെ ദീനിയായ കാര്യമാകട്ടെ പ്ലാനിങ് ഉണ്ടാകണം, ആസൂത്രണം ഉണ്ടാകണം. അള്ളാഹുവിൽ വിശ്വസിച്ചോക്കെ, അള്ളാഹുവിൽ വരമേൽപ്പിച്ചോക്കെ, ഇതെല്ലാം കഴിഞ്ഞ് ഇനി എല്ലാം അള്ളാഹു നോക്കിക്കോളും എന്നുള്ളതല്ല. ഒരു മുസ്ലിമിന്റെ ജീവിതം എല്ലാം ആസൂത്രണമായിരിക്കണം, എല്ലാം പ്ലാൻഡ് ആയിരിക്കണം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ നബി തങ്ങളുടെ കട്ടിലിൽ അലിയിനെ കിടത്തിയത് ആസൂത്രണമാണ്. വഴിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാത്തു നിൽക്കാൻ പറഞ്ഞത് ആസൂത്രണമാണ്. നമുക്ക് രണ്ടുപേർക്കും ഈ രാത്രി സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കണമെന്ന് പറഞ്ഞത് ആസൂത്രണമാണ്. മദീനയിൽ എത്തുമ്പോൾ അവിടെ സ്വീകരിക്കാൻ ആളുകളെ സംവിധാനിച്ചത് ആസൂത്രണമാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാകണം. എല്ലാം ആസൂത്രണത്തോടെ പ്ലാനിങ്ങോടെ ജീവിച്ചാൽ അവന്റെ ജീവിതം എല്ലാം വിജയമാണ്. ഒരിക്കൽ മദീന പള്ളിയിലേക്ക് ഒരു സഹാബി കയറി വരുന്നുണ്ട്. അദ്ദേഹം ഒരു ഒട്ടകപ്പുറത്താണ് കയറി വന്നത്. ഒട്ടകപ്പുറത്ത് വന്നിട്ട് മദീന പള്ളിയുടെ പുറത്ത് ഒട്ടകത്തെ നിർത്തിയിട്ട് അദ്ദേഹം ഓടി പള്ളിയിലേക്ക് കയറി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിന്റെ ഒട്ടകം എവിടെ? നിന്റെ ഒട്ടകത്തിന് നീ എന്ത് ചെയ്ത് കെട്ടിയിട്ടിട്ടുണ്ടോ? ഇല്ല നബിയെ, ഞാൻ എന്റെ റബ്ബിനെ വരമേൽപ്പിച്ചു, പിന്നെ എന്തിനു ഒട്ടകത്തെ കെട്ടണമെന്ന്. തവക്കുലിന്റെ വലിയ അവസ്ഥയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, അഖിൽഹാ, നീ ഇറങ്ങി ചെന്നിട്ട് ആ ഒട്ടകത്തെ കെട്ടിയിട്, വതവക്കൽ അലല്ലാഹ്, എന്നിട്ട് നീ അല്ലാഹുവിനെ വരമേൽപ്പിക്കുക. ഒട്ടകത്തെ കെട്ടിയിടാതെ, അതിനെ സൂക്ഷിക്കാതെ, അത് ഓടിപ്പോകാതെ നോക്കാതെ നീ കയറി വന്നിട്ട് ഒട്ടകം പോയാൽ, അല്ലാഹുവേ, ഞാൻ നിന്റെ മേൽ വരമേൽപ്പിച്ചിട്ട് എന്റെ ഒട്ടകത്തെ നീ പിടിച്ചു നിർത്തിയില്ലല്ലോ എന്നല്ല പറയേണ്ടത്. നീ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് നീ റബ്ബിന്റെ മേൽ വരമേൽപ്പിക്കണം. ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ട് അല്ലാഹുവിന്റെ മേൽ വരമേൽപ്പിക്കണം. അതൊരു ഹിജ്റയുടെ പാഠമാണ്. മറ്റൊന്ന്, സമയക്കുറവാണ്, തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, മറ്റൊന്ന് പരിശുദ്ധമായ ഹിജ്റയിൽ നിന്ന് ഖിയാമത്ത് നാൾ വരുന്ന ഏതൊരു വിശ്വാസിക്കും പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളും മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു. പക്ഷേ അവരുടെ ഹിജ്റ കൊണ്ട് മാത്രം പ്രചരിച്ചതല്ല മദീനയിലെ ഇസ്ലാം. മറിച്ച് അവരെ കാത്തിരുന്ന ഒരു കൂട്ടം സഹാബാക്കളുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയവരെ മുഹാജിറുകൾ എന്ന് പറയുമെങ്കിൽ, മദീനയിലെ അവരെ സ്വീകരിച്ച, അവരെ സൽക്കരിച്ച, അവരെ സഹായിച്ച ഒരു വിഭാഗം ആളുകളുണ്ട്. എക്കാലത്തും അവരെ ഇസ്ലാം ലോകം അവസ്മരിക്കേണ്ടത്, അവരെ അനുസ്മരിക്കേണ്ടതുണ്ട്. അവരെ മറന്നു പോകാൻ പാടില്ല. അവരാണ് അൻസാറുകൾ. അവരാണ് അൻസാറുകൾ, ഇസ്ലാമിന്റെ സഹായികള്. ഇത്രയും നല്ലൊരു പേരിട്ട് വിഭാഗം വേറെ എവിടെയുണ്ട്? ഇസ്ലാമിന്റെ സഹായികൾ. കാരണം മക്കയിൽ നിന്ന് നബി തങ്ങൾ ഹിജ്റ പോകുമ്പോൾ അവരുടെ കൈകൾ ഉടുതുണിക്ക് മറുതുണിയില്ല, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ല, അവർക്ക് കിടക്കാൻ പാർപ്പിടമില്ല. അവരെല്ലാവരും മദീനയിലെ അന്തേവാസികളാണ്. അവർ മദീനയിൽ വന്നത് ഒന്നുമില്ലാതെയാണ്, വെറും കൈയോടെയാണ്. പക്ഷെ അവരെ സമ്പന്നരാക്കി, അവർക്ക് വീട് കൊടുത്തു, അവർക്ക് വസ്ത്രം കൊടുത്തു, അവർക്ക് ഭക്ഷണം കൊടുത്തു. അതെല്ലാം മദീനക്കാരാണ്. അതാണ് വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശ്ർ അല്ലാഹു പറഞ്ഞു, ആ മദീനക്കാരെ കുറിച്ച് അല്ലാഹു വിശദീകരിച്ചത് ഇങ്ങനെയാണ്, വല്ലദീന തബവ്വഉ ദാർ, വീടിനെ ഒരുക്കി വെച്ചവർ. ആർക്ക് വേണ്ടി? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയും കൂട്ടത്തിൽ ഹിജറ പോയവർക്ക് വേണ്ടിയും മദീനയിൽ വീടൊരുക്കി കാത്തിരുന്നവർ വൽ ഈമാനിനെ സ്വീകരിച്ചു. എന്നിട്ടോ വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതൂ, പരിചയമില്ലാത്തവരാണ്, കുടുംബ ബന്ധമില്ലാത്തവരാണ്, മറ്റ് സൗഹൃദങ്ങളില്ലാത്തവരാണ്. പക്ഷേ അവർക്ക് കൊടുത്തപ്പോൾ ആ അൻസാറുകളുടെ മനസ്സിൽ ഒരു വിഷമവും തോന്നിയില്ല. എന്ന് മാത്രമല്ല, അവർക്കൊന്നുമില്ലാതിരുന്നിട്ടോ, അവർ ഇല്ലായ്മക്കാരായിരുന്നിട്ടും എല്ലാം അവർക്ക് കൊടുത്തല്ലോ. അവരാണ് അൻസാറുകള്. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണം എവിടെയൊക്കെ നടക്കുന്നുണ്ടോ, ഇസ്ലാം എവിടെയൊക്കെ വളർന്ന് പന്തലിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം ഹിജറയും വേണം, നസ്റത്തും വേണം. അഥവാ നാട് വിട്ട് മറ്റൊരു നാടിലേക്ക് ഇസ്ലാമുമായി കടന്നു ചെല്ലുന്നവരെ സഹായിക്കാൻ അവിടെ ആളുണ്ടാകണം. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ മനോഹരമായ നാടിൽ ഇസ്ലാം വന്നത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച നാടല്ലല്ലോ ഇത്, നബി തങ്ങൾ വന്ന നാടല്ലല്ലോ ഇത്. പക്ഷെ ഇവിടെ ഇസ്ലാം എങ്ങനെ വന്നു? അതെ, അവിടെ നിന്ന് കുറെ ആളുകൾ ഹിജ്റ ചെയ്ത് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ ആരും അവരെ സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടെ ഇസ്ലാം വളരുകയില്ല. അവരെ സ്വീകരിക്കാൻ, അവരെ സഹായിക്കാൻ ഇവിടെ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ മതമേതെന്നറിയില്ലെങ്കിലും, അവരുടെ ദൈവമേതെന്നറിയില്ലെങ്കിലും, അവരുടെ സ്വഭാവം കണ്ടിട്ട് അവരെ സ്വീകരിച്ചു, സൽക്കരിച്ച് അവരോടൊപ്പം ജീവിച്ചപ്പോൾ നമ്മളുടെ നാട് മനോഹരമായി. നമ്മളുടെ നാട് ഇസ്ലാമിന്റെ പ്രഭ പരന്നു. ലോകത്തെവിടെയും അങ്ങനെയാണ്. നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ മുസ്ലിമിനുണ്ടാകണം. ഓരോ നാടുകളിൽ നിന്ന് മറ്റൊരു നാടുകളിലേക്ക് ഇസ്ലാമിന്റെ പ്രഭ ഉണ്ടാകണം. അവിടെ സ്വീകരിക്കാൻ, അവരെ സഹായിക്കാൻ ആളുണ്ടാകണം. ഇത് രണ്ടും കൂടിയാണ് ഹിജറ. അതാണ് ഹിജറയുടെ പാഠം നമുക്ക് മുസ്ലിമീങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ളത്. അല്ലാഹു തആല ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.